സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ അഭിഭാഷകയാണ് ശ്യാമിലി. ശ്യാമിലിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വിവിധ ചർച്ചകളാണ് നടത്തുന്നത്. പക്ഷേ എനിക്കിതിൽ സാറിനോട് ചോദിക്കാനുള്ള ഒരു യഥാർത്ഥ നീതിയിലേക്കാണോ പോകുന്നത്? അല്ല, അതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ ഞാൻ കാണാനിടയായി. വേറൊരു സീനിയർ വക്കീൽ, ഒരു പുരുഷൻ, ശ്യാമിലി വിഷയത്തെ തന്നെ മറ്റൊരു ആംഗിളിൽ ചർച്ച ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പം ശ്യാമിലി പർപ്പസായിട്ട് വന്നു, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പോയില്ല, പർപ്പസായിട്ട് ദേഷ്യപ്പെട്ടു, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ പറയുന്നത് ഒരു സ്ത്രീ പുരുഷൻ തല്ലി ആ ആംഗിളിലല്ല നമ്മൾ വിഷയത്തെ കാണേണ്ടത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജോബിനും, ഏത് ജോലി എടുത്താലും സ്ത്രീകളെ ആണെങ്കിൽ അവർക്ക് തൊഴിലിടങ്ങളിൽ ഒരു 2ാം സ്ഥാനം കൊടുത്താൽ മതി എന്നൊരു തോന്നലുണ്ട്. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, സൗകര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, സംഘടിക്കുന്ന അവർ കൂടുതൽ സംഘടിക്കില്ല എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെടുത്ത് നോക്കൂ, പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസുകളൊക്കെ എടുത്ത് നോക്കൂ, ജൂവലറുകൾ എടുത്ത് നോക്കൂ, മഹാപുരുഷ സ്ത്രീകൾ ഇപ്പോഴും നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇരിക്കാൻ വലിയ സമരമൊക്കെ നടന്നതിന്, കോഴിക്കോട് സമരമൊക്കെ നടന്നതിൻ്റെ ഭാഗമായി അവർക്ക് ചില കസേരയൊക്കെ ഈ സ്റ്റൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ക്യാമറ വെച്ച് നോക്കുന്നതുകൊണ്ട് മഹാഭൂരിപക്ഷ ആളുകൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പല ടെക്സ്റ്റൈൽസിലെടുത്ത് നോക്കൂ, ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളാണ് എടുത്തിരിക്കുന്നത്, കൂടുതലും പെൺകുട്ടികളാണ്. ഇനി അത് പ്രൈവറ്റ് സെക്ടർ മാത്രമല്ല, കുറച്ചുകൂടെ അകത്തോട്ട് വരാൻ നമുക്ക് വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കൂ, അൺഎയ്ഡഡ് സ്കൂളുകൾ എടുത്ത് നോക്കൂ, 5000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. ബി.എഡും BSc ഒക്കെ BSം BEd M.Ed ഒക്കെ പാസ്സായ ഒരാൾ, അവർക്ക് സാരി വാങ്ങിക്കാൻ തികയത്തില്ല പൈസ, ഈ എല്ലാ 5000 രൂപ എല്ലാം കൂടെ കിട്ടിയാൽ. എന്നാലും അതിന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ പറ്റും. നഴ്സുമാരെയൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 പ്രമുഖ ഹോസ്പിറ്റലുകൾ, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ചോദിക്കരുത്, അതിൻ്റെ MD മരിച്ചുപോയി. അവർ ശമ്പളം കൊടുക്കണമെങ്കിൽ അവരെ ബെഡ്റൂമിൽ ചെല്ലണം. അപ്പോൾ അതിൽ ഭാര്യമാരൊക്കെ വലിയ എതിർപ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും പുള്ളിക്കാരൻ്റെ ബെഡ്റൂമിൽ പോയാൽ ശമ്പളം കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകളെയൊക്കെ തൊഴിലിടത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കാണില്ല, ബാത്റൂം പോലുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ കാണത്തില്ല. രണ്ടാമത്തത് ഈ ഹരാസിങ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഇത് 2ഉം ഉണ്ട്. അതിൽ ഈ വക്കീലിൻ്റെ സിറ്റുവേഷൻ ഏതായാലും, ഇപ്പോൾ വക്കീലിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണോ ശ്യാമിലിയുടെ ഭാഗത്തു നിന്ന് വന്നതായാലും, വക്കീൽ കുറേ കൂടി എന്ത് ചെയ്യണമായിരുന്നു, നമ്മുടെ പുരുഷ വക്കീൽ കുറച്ചുകൂടി ഒരു പക്വത കാണിക്കണമായിരുന്നു. ഒരുപക്ഷെ ഒരു സ്ത്രീയെ തല്ലിയതിന് പകരം പുരുഷനാണ് തല്ലിയിരുന്നെങ്കിൽ ഇത്രയും വാർത്ത ആവില്ലായിരുന്നു. ഒരു ഹരിജനെ തല്ലിയിരുന്നെങ്കിൽ ഹരിജൻ മീൻസ് പട്ടികവർഗ്ഗക്കാരനെയോ ആദിവാസിയോ തല്ലിയിരുന്നെങ്കിലും വാർത്തയാവും. സ്ത്രീയെ തല്ലിയാലും വാർത്തയാവും. പുരുഷനെ തല്ലി എത്രയും വാർത്തയാവില്ല. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം സ്ത്രീയെ ഉപദ്രവിച്ചു, അതിനപ്പുറം ബാർ അസോസിയേഷൻ ഉണ്ട്, ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താ പറയുന്നത്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ അതിനേക്കാൾ അപ്പുറം നിയമം പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ നിയമം പഠിച്ചവരാണ്. അവരിത്തരത്തിൽ ഒരു പ്രവണത ചെയ്യുമ്പോൾ മറ്റുള്ള ഇടങ്ങളിൽ അതാ ഇപ്പോൾ നിയമം കോടതിയിൽ ജഡ്ജി തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷയാണ്. സാധാരണ ആൾ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷയാണ് ആര് തെറ്റ് ചെയ്താൽ, ജഡ്ജി തെറ്റ് ചെയ്താൽ. അതുപോലെ പോലീസ് തെറ്റ് ചെയ്താലും ഇരട്ടി ശിക്ഷയാണ്. അതിന് കോടതി പറയുന്ന ന്യായം എന്താണ്, നിങ്ങൾ നിയമം അറിഞ്ഞവരും നിയമം പാലിക്കേണ്ടവരുമാണ്, സാധാരണ ജനങ്ങളെപ്പോലെ അല്ല. സാധാരണ ജനങ്ങൾ പലരും നിയമം അറിയില്ല, നിയമം പാലിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണിക്കും, നിങ്ങൾ അറിയേണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും വക്കീലന്മാർ കുറച്ചുകൂടി പ്രൊഫഷണൽ എത്തിക്സ് കാണിക്കേണ്ടവർ തന്നെയാണ്. കാരണം അവർക്ക് നിയമം അറിയാം, CRPC അറിയത്തില്ലേ, IPC അറിയത്തില്ലേ, സിവിൽ നിയമം അറിയത്തില്ലേ, ക്രിമിനൽ നിയമം എല്ലാം അറിയാമെന്നുള്ളവരാണ്. അപ്പോൾ ഇതെല്ലാം അറിയാമെന്നുള്ളവർ തന്നെ. പക്ഷേ മനുഷ്യൻ്റെ ഒരു കുഴപ്പമുണ്ട് തന്നെ, മനുഷ്യനെല്ലാം കാമക്രോധ ലോഭമോഹങ്ങളിലൊക്കെ അടിമപ്പെട്ട് അല്പവികാരത്തിലും പിന്നെ അമിത വികാരത്തിലും ഒക്കെ, മദ്യപാനത്തിലും ഈ പോലത്തെ കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, ഈഗോ കോംപ്ലക്സ്, ഇതിലെല്ലാം അതിന് വക്കീലും ശരിയാണ്, ജഡ്ജി ശരിയാണ്, സാധാരണ മനുഷ്യർ ശരിയാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്വതയില്ലായ്മ, നിയമം അറിഞ്ഞിട്ടും അത് എന്തൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടും, ജാമ്യം കിട്ടാത്ത വകുപ്പ് പോലും ഉണ്ടാകാം എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നൈമിഷികമായ ഒരു വികാരമുണ്ട് അതിനകത്ത്. അതവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നന്നായി തല്ലി. അങ്ങനെയാണെങ്കിൽ ബ്രെയിലിൻ എന്നാണ് ആ അഭിഭാഷകൻ്റെ പേര്, സീനിയർ അഭിഭാഷകൻ്റെ പേര്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിമാൻഡിലാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു വിധി? അല്ല, ഇപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതെ. ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള FIR ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ രാഷ്ട്രീയം കൂടെ ഉണ്ട്. അദ്ദേഹം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കാൻ പറ്റും, നേരത്തെ മത്സരിക്കും. പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുണ്ട്, മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ശത്രുതയും വാശിയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കും കാണും. പിന്നെ കോൺഗ്രസ്സുകാരനാണ്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മന്ത്രി അവിടെ രാജീവ് അവിടെ പോയിരുന്നു, ശിവൻകുട്ടി പോയിരുന്നു. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് FIR ഒക്കെ നല്ലതായിട്ടിരിക്കുന്നത്.
ഒളിവിലായിരുന്നിട്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കുന്ന സാധ്യത കുറവാണ്. നല്ല വിധി ചിലപ്പോൾ ഇനി ബാർ അസോസിയേഷൻകാർ ആയുഷ്കാലത്തേക്ക് ഡിബാർ ചെയ്യുമോ, അത് ചിലപ്പോൾ കുറച്ച് വർഷത്തേക്ക് ഡിബാർ ചെയ്യുമോ, 1 വർഷം 2 വർഷത്തേക്കൊക്കെ ഡിബാർ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ബാർ കൗൺസിലിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കോടതിയുടെ വിധിയും വരാനുണ്ട്, രണ്ടും വരാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാർ അസോസിയേഷൻ ബാർ കൗൺസിലൊക്കെ ഇപ്പോൾ ശ്യാമിലിയുടെ ചില വാട്സപ്പ് സന്ദേശങ്ങൾ നേരിട്ടുള്ള ഇതും ഒന്ന് മനസ്സിലാവുന്നു. നമ്മൾ ഈ പൊതുവെ കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഈ സീനിയർ അഭിഭാഷകൻ്റെ കൂടെയുള്ളൊരു ചെറിയ ചായ്വുണ്ട്. ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഇവരുടെ ഇടയിലുള്ള അഭിഭാഷകരല്ലേ, അപ്പം സൗഹൃദങ്ങളുടെ ഇടയിലുള്ള ചില നൂലാമാലകൾ, ചില പിടുത്തങ്ങൾ ഇദ്ദേഹത്തിനോടൊപ്പം ചിലപ്പം ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതി വിധി ഇദ്ദേഹത്തിന് പ്രതികൂലമായിട്ടായിരിക്കുമോ വരുന്നത്? കാരണം ഇനി ഇത്തരത്തിലൊരു അഡ്വക്കേറ്റ് എന്നൊരു പദവിയിൽ തുടരാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ ബാർ കൗൺസിലോ ബാർ അസോസിയേഷൻ ചിലപ്പോൾ സാറ് പറഞ്ഞതുപോലെ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പക്ഷേ കോടതി വിധി എങ്ങനെയായിരിക്കും? കോടതി വിധി തീർച്ചയായിട്ടും സമ്പൂർണ്ണമായിട്ട് എടുത്ത് കളയാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം കോടതി ഒരുപാട് ന്യായങ്ങളൊക്കെ പറയും, സമ്പൂർണ്ണമായി കാണുന്നില്ല. പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നും അല്ലല്ലോ, വലിയ കേസല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പടിപ്പുറത്ത് നിൽക്കുന്ന വനിതയാണെന്നുള്ളൊരു ഡീമെറിറ്റ് മാത്രമേ കോടതി കാണുള്ളൂ. ബാക്കി കേസിൻ്റെ മെരിറ്റാണെങ്കിൽ കേസിൻ്റെ മെരിറ്റായിട്ട് എടുക്കുന്നത് ഇദ്ദേഹത്തിന് ഡീമെരിറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ ശിക്ഷ എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാകാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഭയങ്കരമായ മാരമായ അപൂർവമായ ഒരു കേസായിട്ടൊന്നും ഇത് വരാനുള്ള, ഇപ്പോൾ കൊലപാതകം പോലുള്ള കാര്യങ്ങളിൽ പോലും ഊരി വരുന്നു. പിന്നെ അങ്ങനെ ഒരു കേസാവാനുള്ള സാധ്യതയില്ല. സാർ ആദ്യം പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിലെ കാര്യം, ഈ ഒരു സംഭവം കാരണം ഒരു പക്ഷേ തൊഴിലിടങ്ങളിൽ കുറച്ചുകൂടി കർക്കശമാക്കേണ്ടുന്ന നിയമങ്ങളില്ലേ ചില കാര്യങ്ങളിലൊക്കെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. മുതലാളിമാരും കാണുമല്ലോ. അതിനകത്തൊരു ഒരിക്കൽ ഒരു ഗുരു പറയുകയുണ്ടായി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും മോചനവും ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനാ സ്ത്രീകൾക്ക് മോചനം കൊടുക്കുന്നത്? സ്ത്രീകൾ തുടരട്ടെ. മോചനം കൊടുക്കേണ്ട ആർക്കാണ്? പുരുഷനാണ് മോചനം കൊടുക്കേണ്ടത്. എന്തിൽ നിന്ന്? അവൻ്റെ ചിന്തയിൽ നിന്ന്. വലിയൊരു കാഴ്ചപ്പാടാണ്. പുരുഷന് സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് എന്ത് കൊടുക്കണം? ഒരു മോചനം കൊടുക്കണം. ഞാൻ കൺട്രോൾ ചെയ്യേണ്ട ആളല്ല, ഞാൻ തല്ലേണ്ട ആളല്ല, എൻ്റെ അടിമയല്ല സ്ത്രീ എന്നുള്ള ബോധം ആർക്ക് കൊടുക്കണം? പുരുഷനാണ് ആ മോചനം കൊടുക്കേണ്ടത്, അവൻ്റെ ചിന്തകളിൽ നിന്ന്. ഒരു നല്ല ചിന്തയല്ലേ അത്? അപ്പോൾ അങ്ങനെ പുരുഷന്മാരെ വളർന്നു വരുന്ന കുട്ടികളാണ് പഠിച്ചു വരേണ്ടത്. ഇത് സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, രണ്ടും രണ്ട് ഇലമെൻ്റ് ആണെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യം, എനിക്കുള്ള സ്വാതന്ത്ര്യം അപ്പുറത്തുമുണ്ട്, എനിക്കുള്ള എല്ലാ കഴിവുകളും അപ്പുറത്തുണ്ടെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. അതിൽ ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ അവസാനം വരുമ്പം എങ്ങനെ വരുമ്പോഴും പുരുഷന് തന്നെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാട്രിയാർക്കൽ സമൂഹമായിട്ടാണ് പോകുന്നത്. പക്ഷേ അതിനെ മാറ്റി ഒരു കുറച്ചുകൂടി രണ്ടുപേർക്കും ഒരു തുല്യമായി, അല്ലെങ്കിൽ രണ്ടുപേർക്കും അവസരം കിട്ടുന്ന തുല്യത എന്ന് പറയുന്ന ഒരു അവസരമാണല്ലോ, കിട്ടുന്നൊരു സമൂഹമായി വളരാൻ ഇനി സമയമെടുക്കും, കാലമെടുക്കും. പക്ഷേ ഒരുപാട് ന്യൂജൻ അതിലേക്ക് വരുന്നുണ്ട്. പെൺകുട്ടികളേക്ക് അംഗീകരിച്ച് വരുന്നൊരു ന്യൂജൻ കാലമാണ് വരുന്നത്. സമയമെടുക്കും. കാരണം ഇതിനകത്ത് അധികാരം, സമ്പത്ത്, പിന്നെ അധീശത്വം ഒരു വലിയ വാക്കാണ്. അധീശത്വം വളരെ പ്രധാനമാണ്. എനിക്ക് അധീശത്വം വേണം. മറ്റൊരാളിൻ്റെ കീഴിൽ ഓഫീസിലായാൽ, സ്ഥാപനങ്ങളിലായാൽ മേലധികാരികൾക്ക് അധീശത്വം വേണം. അധീശത്വം ഉണ്ടെന്ന് പറയുന്ന മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥരുണ്ടെന്ന് വിചാരിക്കുക. ഒരു മിഡിൽ ലെവൽ ആളുകൾ, ഇപ്പോൾ ഈ സ്ഥാപനത്തിന് എടുത്തോളൂ, ഹയർ ലെവൽ ആളുകളുണ്ട്. ഹയർ ലെവൽ ആളുകൾ ആരോട് അധീശത്വം കാണിക്കും? മിഡിലുകാരോട്. മിഡിലുകാർ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഉയർന്നവരോടുള്ള അധീശത്വ പരാതി പറയുന്ന സമയത്തിന് ആരോട് അധീശത്വം വേണമെന്ന് ആഗ്രഹിക്കും? താഴെയുള്ളവരോട്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അപ്പോൾ താഴെയുള്ളവർ എന്ത് വിചാരിക്കും? അതിന് താഴെയുള്ളവരോട്. ഓഫീസിൽ ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിചാരിക്കണം നമ്മളെ അധീശത്വത്തിൽ പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഈ അടിമയെ പെട്ട് കിടക്കുന്നു, ഇനി നമ്മളെ താഴെയുള്ളവരെങ്കിലും രക്ഷിക്കണ്ടേ? അതില്ല. ഈ അധീശത്വം, അല്ലെങ്കിൽ അധികാരം, ഈ ചിന്തകൾ എല്ലാവരും പുറത്തും കിടപ്പുണ്ട്. അത് പുരുഷന്മാരിലും ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട്. അതിനെ മാറ്റിയെടുക്കാനുള്ള വലിയ സാമൂഹ്യ വിദ്യാഭ്യാസവും കുടുംബ വിദ്യാഭ്യാസവും, അങ്ങനെ ഒരു സമൂഹം വരണം, ഒരു ജനാധിപത്യ സമൂഹം വരണം. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം.